മൈസൂരുവിലെ നഴ്സിംഗ് കോളേജ് ഹോസ്റ്റലുകളിൽ വിളമ്പുന്നത് ഗുണനിലവാരമില്ലാത്ത ഭക്ഷണം. ദുരിതത്തിലായി മലയാളികളടക്കമുള്ള വിദ്യാർത്ഥികൾ. കോഴിക്കറിയിൽ തൂവലും ചോരയും ചപ്പാത്തിയിൽ പ്ലാസ്റ്റിക്കും ലഭിക്കാറുണ്ടെന്ന് വിദ്യാർത്ഥികളുടെ പരാതി പറയുന്നു. ചോറിൽ പാറ്റ കണ്ടെത്തിയെന്നും അവർക്ക് പരാതിയുണ്ട്. ബെസ്വിയായി പ്രതിവർഷം 80,000 രൂപ വാങ്ങിയിട്ടും വൃത്തിഹീനമായ ഭക്ഷണം നൽകുന്നതിൽ പ്രതിഷേധമായിരുന്നു. വിദ്യാർത്ഥികൾ പകർത്തിയ ഭക്ഷണത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. വേണമെങ്കിൽ കഴിച്ചാൽ മതിയെന്ന മെസ്സുടമ വിദ്യാർത്ഥികളോട് പറയുന്ന പ്രതികരണവും പുറത്തുവന്നു. ഞങ്ങള് കുറച്ച് മലയാളി സ്റ്റുഡൻസ് ആണ് മൈസൂർ പഠിക്കുന്നത്. ഞങ്ങൾ കുറെ വർഷങ്ങളായിട്ട് ഈ ഗ്ലോബൽ ഹോസ്റ്റലിന്റെ ഫുഡാണ് ഞങ്ങൾ കഴിക്കുന്നത്. ഞങ്ങൾ മാത്രമല്ല, 90% ഇവിടെയുള്ള ഒട്ടുമിക്ക മലയാളി സ്റ്റുഡൻസിനും ഇവരാണ് ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. വളരെ വൃത്തികെട്ട ഭക്ഷണമാണ് ഇവർ ഞങ്ങൾക്ക് വിളമ്പിക്കൊണ്ടിരിക്കുന്നത്. വളരെ വൃത്തികെട്ട എന്ന് പറഞ്ഞാൽ ടോയ്ലറ്റിൽ കൊണ്ടായിട്ടാണ് ഇവർ മുട്ട വരെ വെക്കുന്നത്. ആ ടോയ്ലറ്റ് കണ്ടാല് ഓക്കെ, ഞങ്ങൾക്ക് ഭയങ്കര വലിയ ഭക്ഷണം ഞങ്ങൾ അതൊന്നല്ല. ഓക്കെ, ഹോസ്റ്റലാണ്, നമുക്ക് വീട്ടിൽ നിന്ന് കിട്ടുന്ന പോലത്തെ ഫുഡൊന്നും കിട്ടൂല, അതൊക്കെ നമുക്ക് പെട്ടപ്പെട്ട് ജീവിക്കാൻ പറ്റും. പക്ഷെ ഞങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് ഒരു ഹൈജീനുള്ള ഫുഡാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അത് ഞങ്ങൾക്ക് ഇവര് തരുന്നില്ല. അത്രക്കും ദയനീയ അവസ്ഥയാണ്. അവിടെ പോയിട്ട് കുട്ടികൾ പകർത്തിയ വീഡിയോസ് കണ്ടപ്പോൾ ഞങ്ങൾക്ക് തോന്നിയത്, ഞങ്ങൾ എങ്ങനെ ഇനി വിശ്വസിച്ച് ഇവരെ ഫുഡ് കഴിക്കും? ഞങ്ങൾക്ക് ഒരു ഹോസ്റ്റല് ഇവിടുന്ന് ഇറങ്ങണമെങ്കിൽ ഞങ്ങൾ ഇവിടെ ഫുൾ ഫീ കെട്ടാണ്ട് ഞങ്ങൾക്ക് എന്താക്കാൻ പറ്റില്ല, ഒരു PG ഒരു റൂമിലേക്ക് മാറാൻ പറ്റില്ല. ഒരു സ്ട്രാറ്റജി എന്ന് തന്നെ പറയാം. നമ്മളെ ഫീസ് മാത്രം ആഗ്രഹിക്കുന്നത്, അതിന്റെ ഉള്ളിൽ എന്താണ് നടക്കുന്നത് എന്ന് അവര് ചിന്തിക്കുന്നില്ല, അവര് പോയി നോക്കുന്നില്ല ഇതിന്റെ അധികാരികൾ. അല്ല, ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു, അങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് റെഡിയാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു കടയിൽ പോയിട്ട് സാധനം മേടിച്ചു, ആ സാധനത്തിന് അങ്ങനെ പ്രശ്നമുണ്ടോ നമുക്ക് അറിയത്തില്ല. നമ്മൾ ഈ ഫുഡ് കഴിച്ചിട്ടുണ്ട്, നാളെ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ സതീഷ് ഏട്ടൻ വന്നിട്ട് പറഞ്ഞ് ഇവര് കഴുകുമ്പോഴേ മണക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് മണക്കുന്ന ഒരു ചിക്കൻ ഞങ്ങളെന്താ മനുഷ്യന്മാരല്ലേ? ചേട്ടനുണ്ട് 3 പിള്ളേര്. നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യും, ഇത്രയും നേരം ഞാൻ പറഞ്ഞു നിങ്ങളുടെ അടുത്ത്, കാരണം ഞാനൊരു ഫാൾട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കത് കേൾക്കേണ്ട കാര്യമുള്ളൂ. നിങ്ങൾ ഏത് ഹോസ്റ്റലിൽ നിന്നാണ് വിളിക്കുന്നത്? പിസ്താനാണോ? ഞാൻ നിങ്ങളുടെ അടുത്ത് നേരത്തെ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യേ, നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ നിന്നാ മതി. അല്ലല്ല, ഒരു പ്രശ്നമല്ല, നിങ്ങൾ എന്താ വിഷയം ചെയ്തോ? ഫീസ് ഞങ്ങൾക്ക് കിട്ടണം. ഇത് ഞങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇനി ഇത് പറഞ്ഞാൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ബാക്കി പറയാം കേട്ടോ. വിദ്യാർത്ഥികളുടെ ശബ്ദം തിരിച്ചറിയാതിരിക്കാനും ആളെ തിരിച്ചറിയാതിരിക്കാനും വേണ്ടി അവരുടെ ശബ്ദത്തിൻ്റെ ഫ്രീക്വൻസി നമ്മൾ ഒന്ന് ലേശം മാറ്റിയിട്ടുണ്ടെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായി കാണുമല്ലോ. സജു ചാമക്കാലിൽ ബംഗളൂരിൽ നിന്ന് തത്സമയം ചേരുന്നു. പറയും സജു, ഈ കുട്ടികളുടെ കാര്യം ദയനീയമാണെന്നാണല്ലോ നമുക്ക് മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും എത്ര ധാർഷ്ട്യപരമായിട്ടാണ് ഈ മെസ് ജീവനക്കാരൻ വിദ്യാർത്ഥികളോട് സംസാരിക്കുന്നത് ഇപ്പോൾ നമ്മൾ കേട്ടതാണ്. അതായത് വർഷാവർഷം 80,000 രൂപ ഓരോ വിദ്യാർത്ഥികളും നൽകിയിട്ടാണ് അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നത്. പക്ഷേ അവർക്ക് ഗുണനിലവാരം കുറഞ്ഞ ഭക്ഷണമാണ് നൽകുന്നത്. പ്രത്യേകിച്ച് ഈ ഭക്ഷണ സാധനങ്ങൾ സൂക്ഷിക്കുന്നത് ശുചിമുറിയിലാണ്. അതിൻ്റെ ദൃശ്യങ്ങളടക്കം ഈ വിദ്യാർത്ഥികൾ പകർത്തി ഇതുമായി ബന്ധപ്പെട്ട് കോളേജിൽ പരാതി നൽകി. അതോടൊപ്പം തന്നെ മെസ് ജീവനക്കാർക്ക് പരാതി നൽകി. അപ്പോൾ തന്നെ ഈ മെസ് ജീവനക്കാരുടെ പ്രതികരണം ഏറെ അത്ഭുതപ്പെടുത്തുന്നതാണ്. ഇവർക്ക് മക്കളുണ്ടോ, അല്ലെങ്കിൽ ഇവരുടെ മക്കൾ എന്ത് ഭക്ഷണമാണ് കഴിക്കുന്നത് എന്ന് പോലും നമ്മൾ ചിന്തിച്ചു പോകും. നിങ്ങൾക്ക് വേണമെങ്കിൽ കഴിച്ചാൽ മതി, നിങ്ങൾക്ക് സൗകര്യമുണ്ടെങ്കിൽ ഇവിടെ നിന്നാൽ മതി എന്നുള്ള പ്രതികരണമാണ് ഈ മെസ് ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് മെസ് ഉടമയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. ഏകദേശം 5ഓളം ഹോസ്റ്റലുകളിലാണ് ഈ മെസ്സിൽ, അതായത് ഗ്ലോബൽ എഡ്യൂക്കേഷൻ സർവീസ് എന്ന മെസ്സിൽ നിന്നും ഭക്ഷണം നൽകുന്നത്. ഇവിടെ ഭൂരിഭാഗമുള്ളത് മലയാളി വിദ്യാർത്ഥിനികളാണ്. ഈ വിദ്യാർത്ഥിനികൾക്ക് നൽകുന്ന ഭക്ഷണം എത്ര മോശം നിലയിൽ പാകം ചെയ്യുന്ന ഭക്ഷണമാണ് ഇവർക്ക് നൽകുന്നത്. പലതവണ കോളേജിൽ പരാതി നൽകി, പ്രത്യേകിച്ച് ഇവർ വലിയ രീതിയിൽ ഇതിന്റെ ചിത്രങ്ങളുമായിട്ട് അല്ലെങ്കിൽ ഇതുമായിട്ടുള്ള ദൃശ്യങ്ങളുമായിട്ടൊക്കെ കോളേജിൽ പരാതി നൽകിയിട്ടുള്ള കോളേജിന്റെ ഭാഗത്തുനിന്നും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ഇവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് പറയുന്നതല്ലാതെ യാതൊരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നാണ് ഈ വിദ്യാർത്ഥികൾ നമ്മോട് പറയുന്നത്. അവർ സങ്കടം പറയുകയാണ്. കഴിഞ്ഞ 6-7 മാസമായിട്ട് ഇതാണ് സ്ഥിതി. അവർ കഴിക്കുന്ന എല്ലാ ഭക്ഷണങ്ങളിലും അവസ്ഥ ഇത് തന്നെയാണ്. പ്രത്യേകിച്ച് ചിക്കൻ കറിയിൽ കോഴിത്തൂവൽ ലഭിക്കുന്നു, ചോര ലഭിക്കുന്നു, അതോടൊപ്പം തന്നെ മറ്റ് പച്ചക്കറികൾ പുഴു ലഭിക്കുന്നു, ചോറിനകത്ത് പാറ്റയുടെ ഭാഗങ്ങൾ ലഭിക്കുന്നു, ചപ്പാത്തിയിൽ പ്ലാസ്റ്റിക് ലഭിക്കുന്നു. ഇതിന് ദൃശ്യങ്ങളടക്കമാണ് നമുക്ക് നൽകുന്നത്. അവർ കഴിഞ്ഞ 6-7 മാസമായിട്ട് ഈ ഭക്ഷണമാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ പക്കൽ നിന്നും 80,000 രൂപയാണ് ഇവർ അടയ്ക്കുന്നത്. പക്ഷേ അതിന് മതിയായ ഭക്ഷണം ലഭിക്കുന്നില്ല. വളരെ വൃത്തിഹീനമായ രീതിയിലാണ് ഈ ഭക്ഷണം പാകം ചെയ്യുന്നത്. ഒപ്പം തന്നെ ഇവർ ഉപയോഗിക്കുന്നത് സർവീസ് വെള്ളമാണ്. ഇവിടെ ലഭിക്കുന്ന ലോക്കൽ വെള്ളം ഉപയോഗിച്ചാണ് ഈ ഭക്ഷണം പാകം ചെയ്യുന്നത്. ഈ വിഷയങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ട് പോലും യാതൊരു തരത്തിലുള്ള നടപടിയും ഹോസ്റ്റൽ ജീവനക്കാരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല. അവർ ഈ വിഷയം പറയുമ്പോൾ തന്നെ അവരോട് ധാർഷ്ട്യപരമായി അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടുന്നത് ചെയ്തു, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തു, അല്ലെങ്കിൽ നിങ്ങൾ ഇറങ്ങിപ്പോക്കോളൂ എന്നുള്ള ഒരു രീതിയിലുള്ള മറുപടിയാണ് ഈ ഹോസ്റ്റൽ ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. നമ്മൾ ഈ
ഹോസ്റ്റലിനെ സജു പറ്റി ചമ്മക്കാലയിലാണ് ബംഗളൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇനി ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.